ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തെങ്കിൽ തന്നെ നിനക്ക് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പറയുന്ന ഒരു ദൈവവചന ഭാഗം രാവിലെ സമയം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ എന്ന് യഹോവയായ ദൈവം ദാനിയേലിനെ വിളിക്കുവാൻ കാരണമെന്താണ്? പ്രിയപുരുഷനാകയാൽ, പ്രിയനാകയാൽ എൻ്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ സമയം ദാനിയേൽ പ്രിയനാകുവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ബാബേൽ പ്രവാസത്തിൽ പ്രവാസിയായി പിടിച്ചുകൊണ്ടുവന്ന എബ്രായ ബാലനായ ദാനിയേൽ രാജകൊട്ടാരത്തിനകത്ത് ഏത് രീതിയിലുമുള്ളതായ സ്വാതന്ത്ര്യം, ആഹാരം കഴിക്കാൻ രാജാവ് പറഞ്ഞതായ ഉത്തമമായ ശ്രേഷ്ഠമായ ഭോജനം, മറ്റെല്ലാവിധ സംവിധാനങ്ങളുമുള്ള കൊട്ടാരത്തിൽ ദാനിയേൽ നിശ്ചയിച്ചു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക്, തന്നിരിക്കുന്ന കൽപ്പനകൾക്ക് ഞാൻ വ്യതിയാനം വരുത്തുകയില്ല. രാജകൊട്ടാരത്തിലെ രാജാവിന്റെ കൽപ്പനയാണെങ്കിലും രാജാതിരാജാവിന്റെ കൽപ്പനയെ മാറ്റുവാൻ എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ അവർ പറയുന്ന ആഹാരമോ അവർ പറയുന്ന രീതിയോ ഏറ്റെടുക്കാതെ എൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ ഞാൻ കർത്താവ് യഹോവയായ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന അതേ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുമെന്നുള്ള തീരുമാനം ഒരു പ്രാവശ്യം മാത്രമല്ല, പ്രതികൂല സന്ധികൾ പലപ്പോഴും കയറി വന്നു. പല രീതിയിലുള്ള പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. വലിയ വെല്ലുവിളികൾ, രാജാവ് വെല്ലുവിളിക്കുന്ന അനുഭവം, അതിനപ്പുറമായി ആരും രാജ്യത്തില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വെല്ലുവിളികളെ ഭയപ്പെടാതെ, രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും യഹോവ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുന്നു, രക്ഷിച്ചില്ലെങ്കിലും യഹോവയെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല എന്ന് എടുക്കുന്ന തീരുമാനം, പ്രാർത്ഥനയെങ്കിൽ സദാ ജാഗരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അതേ ദേവാലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ജീവിതാനുഭവം, ഇങ്ങനെയുള്ള ഭക്തന്മാർ യഹോവയ്ക്ക് പ്രിയനായി മാറുകയാണ്. പ്രാർത്ഥന മാത്രം പോരാ, ജീവിത വിശുദ്ധിയിൽ വളരെ ഏകാഗ്രതയുള്ളവനായിരുന്നു. അങ്ങനെയുള്ള ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിൽ തന്നെ അവന്റെ ഉത്തരം പുറപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. രാവിലെ സമയം ഇങ്ങനെ പ്രിയനാകുവാൻ നമുക്ക് കഴിയുമോ? ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് ഈ പ്രിയത്വം ക്രിസ്തുവിൽ നിന്ന്, കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രാവിലെ സമയം ദാനിയേലിന്റെ പുസ്തകം വായിച്ച് ദാനിയേൽ ചെയ്ത ജീവിതാനുഭവം എന്താണ് എന്ന് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ കർത്താവിന് പ്രിയനാകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങൾക്കും മാറ്റം വരും. ആമേൻ.